ഏഷ്യാനെറ്റിന്റെ ടെലിവിഷൻ അവാർഡിന്റെ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വോട്ട് ചെയ്യണ്ടേ നിങ്ങളുടെ പ്രിയ താരങ്ങൾക്ക്? എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടത്? പോപ്പുലർ സീരിയൽ, പോപ്പുലർ ആക്ടർ, പോപ്പുലർ ക്യാരക്ടർ, പോപ്പുലർ ക്യാരക്ടർ ആക്ട്രസ്, അങ്ങനെ ഒത്തിരി അവാർഡുകളാണ് ഇത്തവണ കൊടുക്കാൻ പോകുന്നത്. ആ അവാർഡുകൾക്കെല്ലാം നമുക്ക് പ്രേക്ഷകർക്ക് വോട്ട് ചെയ്യാം. പ്രേക്ഷകർ ഡിസൈഡ് ചെയ്യുന്ന ആൾക്കായിരിക്കും ആ അവാർഡ് കിട്ടുന്നത്. ഇതെങ്ങനെയാണ് വോട്ടിംഗ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ടെലിവിഷൻ ആരാധകർക്ക് ഇങ്ങനെ ഒരു അവസരം വീണ്ടും ഏഷ്യാനെറ്റ് തുറന്നു തന്നിരിക്കുകയാണ്. 2026 ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ്സ്. എന്താണ് കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോവാം. സോ വെൽക്കം ബാക്ക് ടു മൂൺലൈറ്റ് മീഡിയ മാക്സ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫേവറേറ്റ് സീരിയൽ ഏതാണെന്നുള്ളതും ഫേവറേറ്റ് പേര് ഏതാണെന്നുള്ളതും മസ്റ്റായിട്ട് താഴെ കമൻറ്റും ചെയ്യണം. അപ്പോൾ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ടെലിവിഷൻ അവാർഡ് വരാൻ പോവാണ് എന്നുള്ള ഒരു കാര്യം 2-3 ദിവസം മുന്നേ നമ്മൾ വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ വീഡിയോ ഇട്ടതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഏഷ്യാനെറ്റ് പ്രൊമോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വോട്ട് ചെയ്യാം, നിങ്ങളുടെ പ്രിയ താരങ്ങളെ ചൂസ് ചെയ്യാം, പോപ്പുലർ സീരിയൽ, പോപ്പുലർ ആക്ടർ ഒക്കെ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വെബ്സൈറ്റിന്റെ ലിങ്കും തന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. ആ പ്രൊമോയുടെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. കാണാത്തവർ പോയി കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യം, അതിനകത്ത് തന്നിരിക്കുന്ന https://asianet.geostar.com എന്ന വെബ്സൈറ്റ് കറക്റ്റ് സ്പേസ് ഇല്ലാണ്ട് നിങ്ങൾ ഗൂഗിളിൽ തന്നെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കിട്ടും. ആ വെബ്സൈറ്റിൽ പോകുമ്പോൾ തന്നെ വോട്ട് ഫോർ യുവർ ഫേവറേറ്റ് ഏഷ്യാനെറ്റ് മെമ്പർ ആൻഡ് മേക്ക് ദം വിൻ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് അവരെ ജയിപ്പിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫോൺ നമ്പറാണ് ആദ്യം ചോദിക്കുന്നത്. അതായത് ഫേക്ക് പരിപാടികളൊന്നും നടക്കൂല. ഒരു ഫോണിൽ നിന്ന് ഒരു തവണ പറ്റത്തുള്ളൂ, ഒരു സിമ്മിൽ നിന്ന് ഒരു തവണ പറ്റത്തുള്ളൂ. അങ്ങനെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. എന്നിട്ട് അവിടെ കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. കണ്ടിന്യൂ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ദെൻ ഫോണിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP ടൈപ്പ് ചെയ്ത് കൊടുത്ത് സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും സക്സസ് എന്നും പറഞ്ഞുകൊണ്ട് വരും. അപ്പം തന്നെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ഓട്ടോമാറ്റിക്കലി എന്തൊക്കെയാണ് കാറ്റഗറീസ് എന്നുള്ളത് വരും. ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് പോപ്പുലർ ക്യാരക്ടർ ആക്ടർ ആണ്, അതായത് മികച്ച സ്വഭാവ നടൻ. ഇതിനകത്ത് 11 പേരുടെ പേരുകളും അവരുടെ ക്യാരക്ടർ നെയിമും പേരുകളും തന്നിട്ടുണ്ട്. സീരിയലിന്റെ പേരുകൾ തന്നിട്ടില്ല. എനിക്ക് ഇതിനകത്ത് എല്ലാ സീരിയൽസും കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്തത് കൊണ്ട് അറിയത്തില്ല. എന്നാൽ എനിക്ക് അറിയുന്ന സീരിയലുകൾ ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരാം. രാമനാഥൻ, അതായത് ബാബു അന്നൂർ എന്ന ക്യാരക്ടർ, രാമനാഥൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ബാബു അന്നൂർ. സീരിയൽ എനിക്ക് തോന്നുന്നു ഗീതാ ഗോവിന്ദോ ആണോ എന്തോ അറിയില്ല. അടുത്ത് രണ്ടാമത്തെ പേര് ശ്രീഹരി ആനന്ദ് എന്ന് പറയുന്ന ആളാണ് ചെയ്യുന്നത്. ശ്രീഹരി എന്നാണ് ക്യാരക്ടറിന്റെ പേര്. എനിക്ക് തോന്നുന്നു അത് സാന്ത്വനം 2 ആണെന്ന് തോന്നുന്നു, സാന്ത്വനം 2. അടുത്ത് ദെൻ പ്രകാശൻ, ബാലാജി ശർമ്മയാണ്. അതിനകത്ത് നമുക്കറിയാം മൗനരാഗമാണ് ചെയ്യുന്നത്. ദെൻ അടുത്ത് ബാലൻ, KK മേനോൻ, സാന്ത്വനം 2 ആണ്. ഗംഗാധര മേനോൻ, ആനന്ദ് എന്ന് പറയുന്ന ആളാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പവിത്രത്തിലാണെന്ന് തോന്നുന്നു. അടുത്ത സുധി, ആനന്ദ് എന്ന് പറയുന്ന ആളാണ് ചെയ്യുന്നത്. സുധി എനിക്ക് തോന്നുന്നു ചെമ്പനീർ പൂവാണെന്നാണ് എൻ്റെ ഒരു ഊഹം. അടുത്ത ഭാസ്കരൻ, യദുകൃഷ്ണൻ. ഭാസ്കരൻ കാറ്റത്തെ കിളിക്കൂടാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ. അടുത്ത് അനന്തമൂർത്തി, ക്രിസ് വേണുഗോപാൽ ചെയ്യുന്ന സീരിയൽ പത്തരമാറ്റാണ്, കൺഫേം ആണ്. അടുത്ത സുധാകരൻ, VK ബൈജുവിൻ്റെ ക്യാരക്ടറാണ്, VK ബൈജു ചെയ്യുന്ന ക്യാരക്ടറാണ്. ആക്ച്വലി അത് ഏത് സീരിയലാണെന്ന് വെച്ചാൽ എനിക്ക് വലിയ പിടിയില്ല, ഒരു ഉറപ്പില്ല. അടുത്ത് ശിവരാമൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ജയകുമാർ, അതും എനിക്കറിയത്തില്ല. അടുത്ത് അഡ്വക്കേറ്റ് രാഘവൻ ഉണ്ണി, ശിവാജി ഗുരുവായൂരാണ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അഡ്വക്കേറ്റ് അഞ്ജലി ആയിരിക്കുമോ. അപ്പോൾ ഇത്രയാണ് പോപ്പുലർ ക്യാരക്ടർ ആക്ടറിൽ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ആർക്കായിരിക്കും കിട്ടാൻ സാധ്യതയുള്ളത്? എനിക്ക് തോന്നുന്നു സീരിയൽ ഫീൽഡിൽ കുറച്ചുകൂടിയൊക്കെ സീനിയർ ആയിട്ട് നിൽക്കുന്ന ആർക്കെങ്കിലും ആയിരിക്കാം ഇതിൽ നിന്ന് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഒരു പക്ഷേ പ്രകാശനോ KK മേനോനോ, അതായത് ബാലാജി ശർമ്മയ്ക്കോ KK മേനോനോ ഒക്കെ അത്യാവശ്യം സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ഇതിനകത്ത് ഉണ്ട്. അടുത്ത കാറ്റഗറിയിലോട്ട് പോവാം. പോപ്പുലർ ക്യാരക്ടർ ആക്ട്രസ്, മികച്ച സ്വഭാവ നടി. അതിനകത്ത് പ്രിയാമണി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന മഞ്ജു സതീഷ്, നമ്മുടെ സാന്ത്വനം 2. അടുത്ത ദെൻ ശോഭ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന സീമാജി നായർ, സീരിയൽ എനിക്കറിയില്ല. അടുത്ത് സരയു എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ ദർശന, മൗനരാഗത്തിലെ സരയു. അടുത്ത് ഗോമതി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ ലാവണ്യ നായർ, സീരിയൽ എനിക്ക് തോന്നുന്നു സാന്ത്വനം 2 ആണെന്നാണ് എൻ്റെ അറിവിൽ. അടുത്ത് വൈജയന്തി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന നമ്മുടെ വൈഷ്ണവി സായികുമാർ, മഴ തോരും മുൻപേ. അടുത്ത് ചന്ദ്രമതി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന രശ്മി സോമൻ, ചെമ്പനീർ പൂവ്. സുനന്ദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന സാന്ദ്ര, എനിക്ക് സീരിയൽ അറിയില്ല. നവ്യ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന അനൂഷ, സീരിയല് പത്തരമാറ്റ്.
കമല എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന അനില ശ്രീകുമാർ, സീരിയല് പവിത്രം. മേരിക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന പൂർണിമ ആനന്ദ്, എനിക്കറിയില്ല സീരിയൽ ഗീതാ ഗോവിന്ദം വല്ലതും ആണോ എന്തോ. അടുത്ത് ശ്യാമള എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന രമ്യ, എനിക്ക് സീരിയൽ അറിയില്ല. അപ്പോൾ ഇതാണ് പോപ്പുലർ ക്യാരക്ടർ ആക്ട്രസിൻ്റെ ഒരു ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം ഇതിലും സീനിയർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്, എന്നാൽ എന്താ പറയുക, പുതുതായിട്ട് വന്ന ആൾക്കാർ ഇടിച്ചിടിച്ച് നിൽക്കുന്ന ആൾക്കാരും ഇതിനകത്തുണ്ട്. സോ കൺഫ്യൂഷൻ തന്നെയാണ്. അടുത്ത പോപ്പുലർ ഡയറക്ടർ, മികച്ച സംവിധായകനെ കണ്ടുപിടിക്കാനുള്ള നോമിനേഷനാണ്. അതിനകത്ത് നമ്മുടെ ഇഷ്ടം മാത്രത്തിലെ ഋഗു രതീഷ് ഉണ്ട്, സ്നേഹക്കൂട്ടിൻ്റെ മനു സുധാകർ ഉണ്ട്, മൗനരാഗത്തിലെ ഹാരിസൺ ഉണ്ട്, സാന്ത്വനം 2 ധനേഷ് അംബിക ഉണ്ട്, മഴ തോരും മുൻപേയുടെ ബിനു വെള്ളത്തൂവൽ ഉണ്ട്, ചെമ്പനീർ പൂവിലെ ഉണ്ണി പൂരൂരുട്ടാതി ഉണ്ട്, കാറ്റത്തെ കിളിക്കൂടിലെ ശരത് സത്യ ഉണ്ട്, പത്തരമാറ്റിലെ ഷൈജു സുകേഷ് ഉണ്ട്, പവിത്രത്തിലെ സുനിൽ കാര്യാട്ടുകരയുണ്ട്, ടീച്ചർ അമ്മയിലെ രാജ നാരായണനുണ്ട്, അഡ്വക്കേറ്റ് അഞ്ജലിയിലെ ഡോക്ടർ എസ് ജനാർദ്ദനനുണ്ട്. മികച്ച കഥ എന്നുള്ള ലെവലിൽ പോകുന്ന ഒരു അവാർഡാണിത്. മികച്ച കഥ എന്ന് പറയാൻ ഇപ്പോൾ ഏഷ്യാനെറ്റ് എനിക്ക് തോന്നുന്നു മഴ തോരും മുൻപേക്കോ ചെമ്പനീർ പൂവിനോ ഒക്കെ ആയിരിക്കാം സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോ ഇനി പഴയ സീരിയൽ ആയതുകൊണ്ട് മൗനരാഗത്തിന് കൊടുക്കുമോ എന്നുള്ളതും അറിയില്ല. എന്തായാലും പ്രേക്ഷകർ പറയട്ടെ അല്ലേ, പ്രേക്ഷകരാണല്ലോ വോട്ട് ചെയ്യുന്നത്. അടുത്ത് പോപ്പുലർ ആക്ടർ ആക്ട്രസ് കാറ്റഗറിയാണ്. മികച്ച നടൻ. മികച്ച നടൻ ഞാൻ ആ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അത് നമ്മുടെ കിഷോർ പീതാംബരന് തന്നെ കിട്ടും, മഴ തോരും മുൻപേലെന്ന്. പുള്ളിക്കാരൻ്റെ പേരും ഉണ്ട് നോമിനേഷനിൽ. മഹേഷ്, അതായത് നമ്മുടെ ഇഷ്ടം മാത്രത്തിലെ റൈജൻ. അടുത്ത് സേതു, നമ്മുടെ സ്നേഹക്കൂട്ടിലെ കൃഷ്ണകുമാർ. അടുത്ത് കിരൺ, നമ്മുടെ മൗനരാഗത്തിലെ നലീഫ്. ആനന്ദ്, സാന്ത്വനം 2 നമ്മുടെ ദീപൻ ചെയ്യുന്ന ക്യാരക്ടറാണ്. അടുത്ത് ബാലചന്ദ്ര മേനോൻ, അതായത് സീനിയർ ആർട്ടിസ്റ്റ്. ഇവരുടെ എല്ലാവരുടെയും കൂട്ടത്തിലുള്ള ഒരേ ഒരു സീനിയർ ആർട്ടിസ്റ്റാണ് ബാലചന്ദ്ര മേനോൻ. കിഷോർ പീതാംബരൻ ചെയ്യുന്ന ക്യാരക്ടറാണ് മഴ തോരം മുൻപേലെ. അടുത്ത് സച്ചി, അരുൺ ഒളിമ്പ്യൻ ചെയ്യുന്ന ചെമ്പനീർ പൂവിലെ ക്യാരക്ടർ. അടുത്ത് സുഭാഷ്, നിതിൻ ജേക്ക് ചെയ്യുന്ന നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിലെ ക്യാരക്ടർ. ആദർശ്, വിഷ്ണു വി നായർ ചെയ്യുന്ന പത്തരമാറ്റിലെ ക്യാരക്ടർ. വിക്രം, അതായത് ശ്രീകാന്ത് ചെയ്യുന്ന നമ്മുടെ പവിത്രത്തിലെ ക്യാരക്ടർ. ദെൻ റോമൻ ചെയ്യുന്ന ജോൺ എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്കറിയില്ല. കൗശിക് ചെയ്യുന്ന അർജുൻ എന്ന് പറയുന്ന ക്യാരക്ടറും എനിക്കറിയില്ല. ഈ 11 പേരാണുള്ളത്. എനിക്ക് തോന്നുന്നു ബാലചന്ദ്ര മേനോന് തന്നെ ആയിരിക്കാം കേട്ടോ, മഴ തോരും മുൻപേ തന്നെ ആയിരിക്കാം കിട്ടാൻ പോകുന്നതെന്ന് തോന്നുന്നു. അടുത്ത് പോപ്പുലർ ആക്ട്രസ്, മികച്ച നടി. നമ്മുടെ ഇഷ്ടം മാത്രത്തിലെ ഇഷിത, അതായത് മൃദുല. അടുത്ത നമ്മുടെ സ്നേഹക്കൂട്ടിലെ പല്ലവി, അതായത് ഷിൽജി. മൗനരാഗത്തിലെ കല്യാണി, അതായത് ഐശ്വര്യ റംസായി. അടുത്ത് നമ്മുടെ സാന്ത്വനം 2 ദേവി, അതായത് മേഘ്ന. അടുത്ത് മഴ തോരും മുൻപേലെ അലീന, അതായത് നികിത. ദെൻ ചെമ്പനീർ പൂവിലെ രേവതി, അതായത് റബേക്ക. നിധി, അതായത് എനിക്ക് തോന്നുന്നു കാറ്റത്തെ കൂടാണെന്ന് തോന്നുന്നു, നിധി, ടെസ. അടുത്ത് നമ്മുടെ പത്തരമാറ്റിലെ നയന, അതായത് ലക്ഷ്മി കീർത്തന. ദെൻ പവിത്രത്തിലെ വേദ, അതായത് സുരഭി. ദെൻ വീണ, അലീന സാജൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അലീന സാജൻ ചെയ്യുന്ന ക്യാരക്ടർ വീണ, എനിക്കറിയില്ല. അടുത്ത അഞ്ജലി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന പാർവതി, അത് അഡ്വക്കേറ്റ് അഞ്ജലി ആയിരിക്കാം. അപ്പോൾ ഇത്രയാണ് പോപ്പുലർ ആക്ട്രസ് കാറ്റഗറിയിലുള്ളത്. ഇതിൽ കൂടുതൽ ചാൻസ് കിട്ടാൻ എനിക്ക് തോന്നുന്നു റബേക്കൊക്കെ തന്നെ ആയിരിക്കാം. ചെമ്പനീർ പൂവ് റബേക്കൊക്കെ തന്നെ ആയിരിക്കാം. റബേക്ക എനിക്ക് തോന്നുന്നു കസ്തൂരിമാനിലൊക്കെ വന്ന സമയത്ത് ആദ്യത്തെ 3 മാസം കൊണ്ട് തന്നെ ആ സീരിയലിനെ ഹിറ്റാക്കി മാറ്റിയ ആളാണ്. സോ റബേക്കൊക്കെ തന്നെ ആയിരിക്കാൻ ചാൻസ് എന്ന് കരുതുന്നു. അടുത്ത പോപ്പുലർ സീരിയൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട സീരിയൽ, നിങ്ങളുടെ മികച്ച സീരിയൽ ഏതായിരിക്കും? ചെമ്പനീർ പൂവ് തന്നെ അടിച്ചുകൊണ്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. ഇഷ്ടം മാത്രം, സ്നേഹക്കൂട്ട്, മൗനരാഗം, സാന്ത്വനം 2, മഴ തോരും മുൻപേ, ചെമ്പനീർ പൂവ്, കാറ്റത്തെ കിളിക്കൂട്, പത്തരമാറ്റ്, പവിത്രം, ടീച്ചർ അമ്മ, അഡ്വക്കേറ്റ് അഞ്ജലി. 11 സീരിയലാണ്. അതായത് ഈ 2026 തുടങ്ങിയിട്ടുള്ള സീരിയൽസ് ഒന്നും ഇല്ല, 2025 സീരിയൽസ് ആണ് ഉള്ളത്. ഇപ്പം റീസെന്റ് 2 ആഴ്ച മുമ്പ് ഒരു സീരിയൽ സ്റ്റാർട്ട് ചെയ്തായിരുന്നല്ലോ, ഈ പുഴയും കടന്ന്, അതൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു അതും കൂടെ കാണുമെന്നാണ് കരുതിയത്. ദെൻ ബെസ്റ്റ് പെയർ, ദ ലാസ്റ്റ് നോമിനേഷൻ ആണിത്, ലാസ്റ്റ് അവാർഡ് ഘട്ടം. ബെസ്റ്റ് പെയർ, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പോപ്പുലർ പെയർ. മഹേഷ് ഇഷിത ഫ്രം ഇഷ്ടം മാത്രം, സേതു പല്ലവി ഫ്രം സ്നേഹക്കൂട്ട്, കിരൺ കല്യാണി ഫ്രം മൗനരാഗം, ആനന്ദൻ ദേവി ഫ്രം സാന്ത്വനം 2, മനു ആൻഡ് അലീന ഫ്രം മഴ തോരും മുൻപേ, സച്ചി ആൻഡ് രേവതി ഫ്രം ചെമ്പനീർ പൂവ്, സുധീഷ് ആൻഡ് നിധി ഫ്രം കാറ്റത്തെ കിളിക്കോട്, സുഭാഷ് ആൻഡ് സുനന്ദ ഫ്രം കാറ്റത്തെ കിളിക്കോട്.
ദെൻ ആദർശ നൈന ഫ്രം പത്തരമാറ്റ്, വിക്രമൻ വേദ ഫ്രം പവിത്രം, അരുൺ ആൻഡ് അഞ്ജലി ഫ്രം അഡ്വക്കേറ്റ് അഞ്ജലി. ഇതാണ് ലാസ്റ്റ് കാറ്റഗറി. ഇതിനകത്ത് ചെമ്പനീർ പൂവ് തന്നെ അടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ ഇത്ര അവാർഡുകളാണ് ടോട്ടൽ ഉള്ളത്. പോപ്പുലർ പെയർ, പോപ്പുലർ സീരിയൽ, പോപ്പുലർ ആക്ട്രസ്, പോപ്പുലർ ആക്ടർ, പോപ്പുലർ ഡയറക്ടർ, അടുത്തത് പോപ്പുലർ ക്യാരക്ടർ ആക്ട്രസ്, പോപ്പുലർ ക്യാരക്ടർ ആക്ടർ. ഇത്രയാണുള്ളത്. ഇനി ഇതിന് പുറമെ വല്ലതും ഒക്കെ എക്സ്ട്രാ ഒക്കെ ഉണ്ടോ എന്തോ അറിയത്തില്ല. ഇനിയിപ്പോൾ മ്യൂസിക് എന്തൊക്കെയൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവിൽ. ഇത് മാത്രമല്ലെന്നാണ് എൻ്റെ അറിവിൽ. നമുക്ക് എന്തായാലും കണ്ട് തന്നെ അറിയാം. എന്തായാലും നിങ്ങളുടെ ഫേവറേറ്റ്സിന് നിങ്ങൾ മറക്കാതെ വോട്ട് ചെയ്യുക. കറക്റ്റായിട്ട് ഇതിനകത്ത് പറഞ്ഞ പോലെ പാലിച്ചിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ഒരു പക്ഷേ വിന്നായേക്കാം. എന്തായാലും ഇതുപോലത്തെയുള്ള വീഡിയോസിനായിട്ട് മറക്കാതെ നമ്മുടെ മൂൺലൈറ്റ് മീഡിയ മാക്സ് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഒപ്പീനിയൻസ് മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. നമുക്കൊരു കമ്മ്യൂണിറ്റി പോൾ ഇട്ടാലോ, ആരൊക്കെ ആയിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് അവിടെ വന്ന് വോട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് നോക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.